റിഫായി മൗലിദിലുണ്ട് ഖദ് ഖാല ശൈഖു ശുയൂഖിന അബുൽ വഫ. നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദ് അബുൽ വഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖൗലൻ സഹീഹൻ മാലഹു മുത്ഹമി, സഹീഹായ ബത്താനം. അതെന്താ? ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിഫായി ശൈഖിനെ കൊണ്ട് അഭിമാനം പറയൂ, ആദം നബിന്റെ മുമ്പിലൊക്കെ അഭിമാനം പറയൂ. ഇത് പറഞ്ഞതിനെ സംബന്ധിച്ച് മൂപ്പര് പറയാ, ഈ ഖിദ്ർ നബി ജീവിച്ചിരിപ്പുണ്ടാ? ഖിദ്ർ നബി ഇത് പറയാൻ അങ്ങനെ പറഞ്ഞു എന്ന് അമ്പിയാക്കളെ പേരിൽ കള്ളത്തരം പറയല്ലേ? അങ്ങനെ മഹ്ശർ എന്ന് പറയുന്നു ഖുർആനിലുണ്ടാ? ഹദീസിലുണ്ടോ? ഖുർആനിലുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിലുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ മനുഷ്യന്റെ ഒരു ഹാല്. കാരണം ഖിദ്ർ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു എന്ന് കേട്ടാള് പറയാ, ഇയാള് പറയാ എന്ത് അങ്ങനെ ഖിദ്ർ അലൈഹിസ്സലാം പറഞ്ഞു നിങ്ങൾ വെറുതെ കള്ളത്തരല്ലേ? ഇയാളോട് ഖിദ്ർ നബി പറഞ്ഞോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല? സെലഫിനോട് പറഞ്ഞോ ഖിദ്ർ നബി ഞാൻ അയാളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല? കേട്ടാൽ പറയുന്നത് എന്നോട് ഖിദ്ർ നബി പറഞ്ഞിട്ടുണ്ട്. മൗലവി പറയുന്ന കള്ളത്തരാണെന്ന് വഹി വന്നോ മൗലവി? അത് കളവാണെന്നത് ഖുർആൻ ഓതണോ? അത് കളവാന്നുള്ളതിന് ഹദീസ് ഓതണോ? അല്ലെ ഒരു ഇമാമിന്റെ വാക്കുദ്ധരിക്കണോ? നിങ്ങളൊക്കെ പറഞ്ഞാൽ മതിയോ കളവാൻ? ഇമാമിങ്ങൾ വരെ എന്നോട് ഖിദ്ർ നബി പറഞ്ഞതാണ്, ഇയാൾ വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, കളവാണ്. ഖുർആൻ ഇറങ്ങിയിട്ട് 600ഓളം കൊല്ലം കഴിഞ്ഞിട്ട് ദിഫായി ചെയ്ത് ജനിക്കുക, 500 കൊല്ലത്തിൽ ജനിക്കുക. എന്നിട്ട് ആ റിഫായി ശൈഖിനെ പറ്റി ഖുർആനിലുണ്ടോ ഉപരിച്ചുക്കുക? 500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച റിഫായി ശൈഖിനെ പറ്റി ഖുർആനിലുണ്ടോ? ഞാൻ ഖുർആൻ നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കണോ റിഫായി ശൈഖിനെ പറ്റി പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇയാളൊരു ഹാല്. എന്റെ മൂപ്പർ എന്നോട് പറയും നിങ്ങൾ സിദ്ദീഖ് മൗലവി തള്ളിയ പോലെ ഇതും തള്ളണോ? സിദ്ദീഖ് മൗലിദ് എന്നുള്ള പേരിൽ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ കടത്തിക്കൂട്ടിയൊരു മൗലിദ് ഉണ്ട്, അതാ തള്ളിയത്. ഒറിജിനൽ മൗലിദ് അല്ല തള്ളിയത്. അത് 2 സൈസ് ഉണ്ട്. ഇതാ ഈ മൗലിദ് കിതാബിലുള്ള ഒറിജിനൽ സിദ്ദീഖ് മൗലിദ്, അത് തള്ളിയിട്ടില്ല. പിന്നെ നിങ്ങളെപ്പോലത്തെ ഒരു കടത്തിക്കൂട്ടിയൊരു മൗലിദ് ഉണ്ട് ഇതില്, അത് തള്ളിയിട്ടുണ്ട്. അപ്പൊ ഞാൻ തള്ളിയത് ഒറിജിനൽ സിദ്ദീഖ് മൗലിദല്ല. അതിന് ഇയാൾക്ക് എന്തെങ്കിലും അറിയോ? പണ്ട് കുട്ടിക്കാലത്ത് ബാപ്പന്റെ കൂടെ പോയി പാടിയ ഓർമ്മയല്ലേ? ഈ രണ്ടും വേർതിരിച്ച് മൂപ്പർക്ക് അറിയില്ലല്ലോ. പിന്നെ ഒന്ന് നിങ്ങൾക്ക് കേൾക്കണോ? ഇയാൾ എനിക്ക് പറയാണ് 500-ൽ ജനിച്ച റിഫായി ശൈഖിനെ പറ്റി ഖുർആനിൽ കാണിച്ചു തരുമോ ഒരു ചോദ്യം. ആ ചോദ്യം ചോദിച്ചാല് അയാളെപ്പറ്റി അയാൾ പറഞ്ഞത് നേരാണ് എന്ന് തോന്നിപ്പോവും. അതൊന്ന് വെച്ചു കൊടുത്താൽ അവൻ അയാളെ പറ്റി അയാൾ പറഞ്ഞു അതെ ഇവിടെ വന്നാൾ അയാളാണല്ലോ. അല്ലാണ്ട് ഒരാൾ ചോദിക്കുമോ ഖുർആൻ ഇറങ്ങിയിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ആളെ പറ്റി ഖുർആൻ ഉണ്ടോന്ന് ഒരാൾ ചോദിക്കുമോ? ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇയാൾ പറയാം ഖിദ്ർ നബി അലൈഹി സ്വലാം വഫാത്തായി പോയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഖിദ്ർ നബി വഫാത്തായി എന്ന് ഖുർആനിലുണ്ടോ മൗലവി? അത് ഇതുപോലല്ല. കാരണം കുറെ മുമ്പേ ഉള്ള ആളാ ഖിദ്ർ നബി. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുണ്ട്. ഖിദ്ർ നബി വഫാത്തായി എന്ന് ഖുർആനിലുണ്ടോ? ഖിദ്ർ നബി വഫാത്തായി ഹദീസിലുണ്ടോ? ഖിദ്ർ നബി വഫാത്തായി നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞതാ അടുത്ത വരവിന് ഓതണ ആയത്ത് അല്ലേ? ഓതണ ഹദീസ്. ഖിദ്ർ നബി വഫാത്തായി ഓതണം ആയത്ത്, ഓതണം ഹദീസ്. ഇല്ലെങ്കിലേ പാട്ട് പാടിയാ മതി, മതം പറയണ്ട കേട്ടോ. പാട്ട് പാടിയാ മതി, അല്ലെങ്കിൽ ആയത്തോത്. ഖിദ്ർ നബി വഫാത്തായി ആയത്തോത് അല്ലേ? ഖിദ്ർ നബി വഫാത്തായി ഒരു ഹദീസോ അല്ലെ? പാട്ട് പാടിക്കോ. അതൊന്ന് വെച്ചു കൊടുത്താൽ അവൻ അയാളെ പറ്റി അയാൾ പറഞ്ഞു. പ്രമാണങ്ങളിലില്ലാത്തത് പറഞ്ഞുകൊണ്ട് ഉണ്ടെന്ന് കള്ളം പറയുന്ന ഈ ശൈലി, ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഒരു തോന്നിവാസം അമ്പിയാക്കളുടെ പേരിൽ വേണോ? ഔലിയായിന്റെ പേരിൽ വേണോ? മഹത്തുക്കളുടെ പേരിൽ വേണോ? 100 വട്ടം ആലോചിക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ മനുഷ്യന്റെ ഒരു ഹാല്. മതം പറയാൻ നടക്കണോ? ഖിദ്ർ നബി വഫാത്തായി അല്ലേ? ഞങ്ങളുടെ സഹീഹ് മുസ്ലിം, ഞങ്ങൾക്ക് ബുഖാരി മുസ്ലിം ഒക്കെ തെളിവ്. സഹീഹ് മുസ്ലിം എന്താ ഉള്ളത്? ദജ്ജാലിനോട് പടപൊരുതാൻ വരുന്ന ഒരു മഹാൻ, ദജ്ജാലി അദ്ദേഹത്തെ അറുത്തുകളയും പിന്നെയും ഹയാത്താക്കും, പിന്നെയും അറുക്കാൻ ശ്രമിക്കും, സാധിക്കൂല. ഫയുരീദു ദജ്ജാലു അൻ യഖ്തുലഹു ഫലാ യുസല്ലതു അലൈഹി. ദജ്ജാലിന് പിന്നെ നടക്കൂല. അങ്ങനത്തെ ഒരു മഹാനുണ്ട്. അബൂ ഇസ്ഹാഖ്, ഇമാം ബുഖാരി മുസ്ലിം തുടങ്ങിയ പണ്ഡിതന്മാരെ ഉസ്താദുമാര് പറയാണ് യുഖാലു ഇന്ന ഹാദർ റജുല ഹുവൽ ഖദിർ അലൈഹിസ്സലാം. ദജ്ജാൽ കത്തി കൊണ്ടറുക്കുന്ന മനുഷ്യൻ ഖദിർ അലൈഹിസ്സലാമാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ ദജ്ജാൽ വന്നാലും ഖിദ്ർ നബി ഇവിടെ ഉണ്ടാകുമെന്ന് സഹീഹ് മുസ്ലിമിലുണ്ടേ മൗലവി. ഉമർ മൗലവിന്റെ സെൽസബീൽ വായിച്ച മതം മനസ്സിലാവൂല.
ബുഖാരിയും മുസ്ലിമും ഒക്കെ ഓതിപ്പടിക്കണം. ഇനി നിങ്ങൾക്ക് അതാ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണണോ? അതേ ബിസനദിൻ സഹീഹിൻ, സഹീഹായ പരമ്പര കൊണ്ട് തന്നെ. അൻദിയാഹ് ഇബ്നു ഉബൈദ ബിസനദിൻ സഹീഹിൻ അൻദിയാഹ് ഇബ്നു ഉബൈദ ഖാല ഖറജ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇല സ്വലാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ശേഷം 100ഓളം കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ആളാണ്. ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കാൻ പോവാണ്. വശൈഖും മുതവക്കിഉൻ അലാ യദിഹി, മൂപ്പര കൈമ ചാരി ശൈഖിനെയും കാണുന്നു. ഫഖുൽതു ഫീ നഫ്സി, എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഇന്ന ഹാദ ശൈഖ ജാഫിൻ, ഭരണാധികാരിയും വലിയും ഇമാമുമായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കയ്യൊലി ഇങ്ങനെ ചാരിയിട്ട് പോകുന്ന ഈ ശൈഖന്റെ ഒരു ശരിയായ അദബ് കാണിക്കാത്ത ഒരു പരുക്കനായ ഒരാള്. ഫലമ്മാ സല്ലാ, നിസ്കാരം കഴിഞ്ഞു, ദഖല ലഹിഖതുഹു, അതേ നിസ്കാരം കഴിഞ്ഞ് മൂപ്പരങ്ങ് കടന്നു. ആര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കടന്നു. ലഹിഖ്തു, ഞാൻ തങ്ങളെ കൂടെ തന്നെ ചെന്നു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അസ്ലഹ അല്ലാഹുൽ അമീർ, അമീറിനുള്ള ഗുണം തരട്ടെ. മനി ശൈഖുല്ലദീ കാന യത്തഖി വലാ യദിക, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ നിങ്ങളെ കൈപിടിച്ച ശൈഖാരായിരുന്നു. അലയാ റിയാഹ് റഅയ്തഹു, നിങ്ങൾ അയാളെ കണ്ടോ റിയാഹേ? ഖുൽതു നഅം, ഞാൻ പറഞ്ഞു കണ്ടു. അലമാ അഹ്സിബുക ഇല്ലാ റജുലൻ സാലിഹ, നിങ്ങളൊരു നല്ല മനുഷ്യനായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഖദിർ, അത് എന്റെ സഹോദരൻ ഖദിർ അലൈഹിസ്സലാമാണ്. റിയാഹേ അതാരീഫ അഅലമനി അന്നീ സഅലി അംറ ഹാദിഹിൽ ഉമ്മ വഅന്നീ സഅദുൽ ഫീഹാ, ഇപ്പോൾ ഞാൻ ഗവർണറാണല്ലോ, ഇനി ഞാൻ ഭരണാധികാരി തന്നെ പിന്നീടാകുമെന്ന് ഖിദർ നബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നീതിയോടെ ഭരണം നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. സഹീഹായ പരമ്പരയിൽ ഹദീസ് ഞങ്ങൾ കിതാബിൽ കാണുന്നു. മൗലവിമാരെ, ഖിദർ നബിയെ കണ്ടവരും കൈപിടിച്ചവരും എത്ര! ഖിദർ അലൈഹിസ്സലാം ദജ്ജാൽ വരുന്നത് വരെ ഉണ്ടാകുമെന്ന് സഹീഹ് മുസ്ലിമിൽ തന്നെയും മുസ്ലിമിന്റെ മതാ ഉദ്ധരണിയിൽ തന്നെയും നമ്മൾ കാണുന്നു. എന്നിട്ട് നിങ്ങൾ വിവരക്കേട് വിളമ്പിയില്ലേ മൗലവി? ഖിദർ അലൈഹിസ്സലാമിനെ കാണൂല, പറയൂല, അത് അമ്പിയാക്കളെ കുറിച്ച് കളവ് പറഞ്ഞതാണെന്ന് വിവരക്കേട് പറഞ്ഞില്ല മൗലവി. ഖിദർ നബി നിങ്ങളെ കൈവന്ന് പിടിച്ചിട്ട്, ആരടാ നീ എന്നെ കുറിച്ച് കള്ളം പറയാൻ, ആരടാ നീ എന്നെ കുറിച്ച് കള്ളം പറയാനെന്ന് സലഫിയോട് ചോദിക്കുമ്പോ, സലഫിനെ കൊണ്ടുവരുന്ന മുജാഹിദീങ്ങളെ മഹേസറയിൽ വിറച്ചിട്ട് മിണ്ടാൻ കഴിയുമോ നിങ്ങൾക്ക്? ഈ കള്ളം പറയുന്ന മൗലവി എത്രയെത്ര കളവാണ് വിവരക്കേട് കൊണ്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾക്ക് ഒരുപാട് രസകരമായ ക്ലിപ്പുകൾ കേൾപ്പിക്കാനുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി നാളെ നിങ്ങൾക്ക് മൗലവി റസൂലുള്ളാഹിന്റെ പേരിൽ പറഞ്ഞ കളവ് ഓരോന്നോരോന്നായി ഞാൻ ബുഖാരി വെച്ചങ്ങ് തെളിയിച്ചു തരും. നിങ്ങൾക്ക് നാളെ കേൾക്കാം. ഇപ്പോൾ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനേ. നാളെ ഇൻഷാ അല്ലാഹ് ക്ലിപ്പൊക്കെ ഞാൻ നാളേക്ക് വെച്ചതാ. രസകരമായ കുറെ ക്ലിപ്പുണ്ട്. സുന്നി മുസ്ലിയാമാരെ കുട്ടികളൊക്കെ കഴുത്തു പുരട്ടി കൊല്ലണമെന്ന് പറഞ്ഞതും, പാണക്കാട് തങ്ങളും ഒന്നും തങ്ങളല്ലാന്ന് പറഞ്ഞതും, തങ്ങളെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ അഡ്വാനിയും അതുപോലത്തെ ആൾക്കാരൊക്കെ തങ്ങന്മാരാണ് എന്ന് പറഞ്ഞതും, അതൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ കേൾപ്പിച്ചിരുന്നു മൗലവിമാര് പറഞ്ഞത്. ഇന്നിപ്പോൾ ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായ നിലക്ക് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായമില്ലാതെ ഒരു മനുഷ്യരും സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല കേട്ടോ. ഒരു മനുഷ്യരും രക്ഷപ്പെടൂല കേട്ടോ. ലോകത്തുള്ള എല്ലാ ജനങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരായി എല്ലാവരും പേടിച്ച് വിറക്കുന്ന സമയത്ത്, ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ഇസ്തഗാസൂ ബി ആദം, ആദം നബി അലൈഹിസ്സലാമിനോട് സഹായം തേടി നോക്കി ജനങ്ങള്. സഹായം കിട്ടിയില്ല. നൂഹ് നബിന്റെ അടുത്ത് പറഞ്ഞയച്ചു. നൂഹ് നബി മൂസാ നബിന്റെ അടുത്ത് അയച്ചു. മൂസാ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിന്റെ അടുത്ത് അയച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൂസാ നബിന്റെ അടുത്ത് അയച്ചു. മൂസാ നബി ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ അയച്ചു. അവസാനം എല്ലാവരും കൂടി ഇലാ ഹളറത്ത് റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അയച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട് അതാ വന്നിട്ട് സഹായം തേടുന്നു.
ശഫാഅത്ത് ചെയ്യണം നബിയേ. അപ്പോഴാണ് അവിടുത്തെ മറുപടി അനലഹ, ഞാൻ അതിനുള്ളവൻ തന്നെ. അല്ലാഹുവിന്റെ റസൂലിനോട് എല്ലാവരും സഹായം തേടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്തു പോയി. ഇർഫഅ റഅസക യാ മുഹമ്മദ്, തല ഉയർത്ത് നബിയെ, സൽതു തവസ്ഫതു ശഫഅ, തങ്ങൾ ചോദിച്ചോ തരാം നബിയേ. ദുനിയാവിൽ വെച്ച് മുഅ്മിനീകൾ നബിയോട് തേടുന്നത് പോലെ ആഖിറത്തിലും തേടുമെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് ശുപാർശ പറയുന്നു. അപ്പോഴാണ് വിചാരണയ്ക്ക് വിളിക്കുന്നത്. പിന്നെയും റസൂലുള്ള ഒരുപാട് സഹായങ്ങൾ ലോകത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയോ ആളുകളെ നരകത്തിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നു. അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹീകളും ഒക്കെ ശഫാഅത്ത് ചെയ്യുന്നു. അങ്ങനെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശഫാഅത്ത് അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മഹ്ശറയിൽ വെച്ചും അത് നടക്കുന്നത് തന്നെ, ഖബറിൽ വെച്ചും നടക്കുന്നത് തന്നെ, അവരെ സഹായം നടക്കുന്നത് തന്നെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോമ്പോടുകൂടി അതാ ഭാര്യനെ ചുംബിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂൽ അതാ ഉറക്കിൽ വിവരം കൊടുക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബേ, നിങ്ങളെന്തേ നോമ്പുന്നോറ്റ് ഭാര്യയെ ചുംബിച്ചത്? പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നു. ഖബറിൽ കിടന്നിട്ട് ഉമ്മത്തിനെ നിയന്ത്രിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇബ്നു തൈമിയ്യ തന്നെ രേഖപ്പെടുത്തിയില്ലേ, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ കുടുങ്ങി കലാപമാണ്, സമയമറിയുന്നില്ല നിസ്കാരത്തിന്റെ. ഖബറിന്ന് ബാങ്ക് കേട്ടിട്ട് നിസ്കരിച്ചു ഇബ്നു തൈമിയ്യ എഴുതിയിട്ടില്ലേ? ഓ മുജാഹിദുകളെ, നിങ്ങളെ മുജാഹിദ് സെന്റർ നിർത്തിയിരിക്കുന്ന ഇസ്ലാഹി പ്രസംഗ ചരിത്രം, അതിൽ നിങ്ങളെ നേതാവായി ഇബ്നുൽ ഖയ്യിമിനെ പറഞ്ഞില്ലേ? ആ ഇബ്നുൽ ഖയ്യിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ സഹായിച്ചത് രേഖപ്പെടുത്തിയിട്ടില്ലേ? ഇബ്നു കസീർ ധാരാളം രേഖപ്പെടുത്തിയിട്ടില്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഇകഴ്ത്തുന്ന ഈ ഏർപ്പാട്, റസൂലുള്ളാഹിനെ വിളിച്ച് തേടിക്കൂടാന്ന് പറയുന്ന ഈ ഏർപ്പാട്, അത് പറഞ്ഞതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് വരെ പണ്ഡിതന്മാര് പറഞ്ഞത് ദുററുൽ കമിനയിൽ ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല.